5 വർഷത്തിനു ശേഷം കേരളം വീണ്ടും പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 24 ദിവസം മാത്രം. അടുത്ത മാസം 9-ന് സംസ്ഥാനം വിധിയെഴുതും. നാളെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും. ഈ മാസം 23 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മാർച്ച് 24-നാണ് സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രികകൾ പിൻവലിക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2.7 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. ഇതിൽ 1.38 കോടി വനിതകളും 1.31 കോടി ആളുകൾ പുരുഷന്മാരുമാണ്. വോട്ടവകാശമുള്ള ട്രാൻസ്ജെൻഡേഴ്സ് 277 പേർ. പുതിയ വോട്ടർമാർ 4.24 ലക്ഷം. വോട്ടെടുപ്പിനായി കേരളത്തിലാകെ സജ്ജീകരിച്ചിരിക്കുന്നത് 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ്. കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. കേരളത്തിനൊപ്പം ഏപ്രിൽ 9-ന് തന്നെയാണ് അസമിലും പുതുച്ചേരിയിലും പോളിംഗ്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി ഏപ്രിൽ 23-നാണ് വോട്ടെടുപ്പ്. ബംഗാളിൽ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. ആദ്യഘട്ടം ഏപ്രിൽ 23-നും 2ാം ഘട്ടം 29-നുമാണ്. എല്ലായിടത്തും മെയ് 4